ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെരി പെരി ചിക്കൻ ആണ്. ഇതൊരു ആഫ്രിക്കൻ ബാർബിക്യൂ റെസിപ്പിയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പെരി പെരി സോസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പെരി പെരി സോസ് തയ്യാറാക്കാം. അതിനായി 6 പഴുത്ത മുളക്, 12 അല്ലി വെളുത്തുള്ളി, 2 ചെറുനാരങ്ങ, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 4 ബേ ലീഫ്, ഒലിവ് ഓയിൽ എന്നിവയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ പഴുത്ത മുളകും വെളുത്തുള്ളിയും, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 4 ബേ ലീഫ് നിങ്ങളതിൽ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അതായിരിക്കും ഒന്നും കൂടി സ്മെല്ലൊക്കെ നല്ല കിട്ടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 2 ചെറുനാരങ്ങയുടെ നീര് എന്നിവ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഈ രീതിയിൽ ഒരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്കിത് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് 4 പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഈ ചിക്കനൊന്ന് വരിഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ മസാല പിടിക്കുള്ളൂ. ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിലൊന്ന് മാരിനേറ്റ് ചെയ്യുക. ഈ ബാർബിക്യൂ റെസിപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളിത് ഫസ്റ്റിൽ സ്മോക്ക് ചെയ്തിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ചാർക്കോള് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കൊന്ന് സ്മോക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യുക. നമുക്കിതിലേക്ക് ചാർക്കോള് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കാം. ഇതിലിപ്പോൾ ഈ ലിഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തത്. നിങ്ങളതിൽ ലിഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്താൽ മതി. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചാർക്കോൾ അതിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊരു 2 to 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഗ്രില്ല് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നല്ലപോലെ മസാലക്ക് ഉള്ളിൽ പിടിക്കുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലാണ് ഗ്രില്ല് ചെയ്യണത്. നിങ്ങളതിൽ ഗ്രില്ല് ചെയ്യുന്ന ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ ഗ്രില്ല് ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടാവും. ഇതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു ഏകദേശം 3/4 മണിക്കൂർ എടുക്കും ഇതൊന്ന് ഫുള്ളായിട്ട് കുക്കായി വരാനായിട്ട്.
പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂടെത്തുന്ന വിധത്തിൽ വേണം ചിക്കൻ വെച്ച് കൊടുക്കാൻ. ഇടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിൽ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു പാഴ്സ്ലി ലീവ്സ് കൊണ്ട് ഒരു ബ്രഷ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ പെരി പെരി സോസ് ഡിപ്പ് ചെയ്തിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ചിക്കന് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങളതിൽ പാഴ്സ്ലി ലീവ്സ് ഇല്ലെങ്കിൽ അതിന് പകരം മല്ലിയില വെച്ചിട്ട് ഇതുപോലെ ഒരു ബ്രഷ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഇത് ഓരോ പ്രാവശ്യം മറിച്ചിടുമ്പോഴും ഈ സ്റ്റെപ്പ് ഒന്ന് ഇടക്കിടക്കായിട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. നമ്മളെ ചിക്കന് നല്ല ഫ്ലേവർ ഉണ്ടാവും ഈ പാഴ്സ്ലി ലീവ്സിൻ്റെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് പാഴ്സ്ലി ലീവ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ പാഴ്സ്ലി ഇല്ലെങ്കിൽ മല്ലിച്ചപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസും ഫീഡ്ബാക്കും അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.